90s കിഡ്സ് എന്നല്ല, ഏത് സമയത്തായാലും നമ്മൾ ബേക്കറി പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ചിക്കൻ കട്ട്ലറ്റ്, പപ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. പക്ഷേ ഇവിടെ ആഫ്രിക്കയിലെത്തിയപ്പം നമുക്ക് മിസ്സാകുന്ന കുറച്ച് സാധനങ്ങളാണ് പഴംപൊരി, പപ്സൊക്കെ. പഴംപൊരി ഇവിടെ പഴം വാങ്ങിക്കാൻ കിട്ടത്തില്ല. പിന്നെ പപ്സും ഇവിടെ വാങ്ങിക്കാൻ കിട്ടില്ല. സമൂസയൊക്കെ കിട്ടും, പക്ഷേ അതും നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റ് വരാറില്ല ഇവിടുത്തെ സമൂസയൊക്കെ. കുറേ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. മലയാളി റെസ്റ്റോറൻറ്റിലായാലും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടാവും കേട്ടോ ഇവിടെ. പൂർണ്ണമായിട്ടും മലയാളി ടച്ചിലല്ല ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റ് ഫുഡ് കിട്ടാറ് പൊതുവായിട്ട്. അപ്പോൾ ഇതാ പപ്സ് ഉണ്ടാക്കാൻ ഇന്ന് കഥ പറഞ്ഞ് പപ്സ് ഉണ്ടാക്കുന്ന കാര്യം മറന്നുപോയി. മസാല ഉണ്ടാക്കി ഞാൻ പപ്സിൻ്റെ ഷീറ്റൊക്കെ വിരിച്ചു. പപ്സിൻ്റെ മസാലയൊക്കെ ഇടുന്നുണ്ട്. മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ കേളായിട്ട് ദേവുട്ടി കൂടെ തന്നെയുണ്ട്. ദേവുട്ടി ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി പിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്നെ ഇതാ ഷീറ്റൊക്കെ മടക്കാനും വന്നിട്ടുണ്ട് ദേവുട്ടി. അങ്ങനെ ദേവുട്ടി ഞാനും കൂടെ ഷീറ്റൊക്കെ മടക്കി എയർ ഫ്രയറിൽ വെച്ചു. അതിന് മേലെ മുട്ടയൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് നല്ല വൃത്തിയിലാക്കിയിട്ട് മുട്ടയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു. അതിൽ എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഏകദേശം ഒരു 20 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് വേവിച്ച നമ്മുടെ പപ്സ് റെഡി. നല്ല ക്രിസ്പി പപ്സാണ്. പിന്നെ നല്ല കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 10 ഉണ്ടാക്കി. 10 ഏത് ബൈക്കാണ് പോയത് എന്നറിഞ്ഞില്ല. അപ്പോൾ ദേവുട്ടി